എനിക്ക് പണം തരത്തില്ലല്ലേ? കാശ് കൂട്ടി വെച്ചിട്ട് എന്തിനാ? അത്യാവശ്യത്തിന് അത് ഉപകരിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. വിനയേട്ടാ, വിനയേട്ടൻ എന്താ ഈ കാണിക്കുന്നേ? നിനക്കെന്താടാ ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. നിങ്ങൾക്ക് കൂടിയാ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചത്. ഇനി ആരും എന്നോട് ഒന്നും പറയാൻ വരണ്ട. എന്റേതായിട്ടുള്ളതൊക്കെ ഞാൻ വിൽക്കും. ഇതിങ്ങനെ അടുക്കിപ്പറക്കി വെച്ചിട്ട് യാതൊരു ഗുണവുമില്ലല്ലോ. ഇന്ന് നീ ഇത് പിടിക്കത്തു. ഇതെല്ലാം എന്റേതാ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. നീ ഇത് വിറ്റോ. അതിന് നിനക്ക് ആരുടെയും പെർമിഷൻ ഒന്നും വേണ്ട. എന്താ പറഞ്ഞേ? ഇതൊക്കെ വിൽക്കാൻ പോവാണെന്നോ? അതെ, വിൽക്കും. എല്ലാം ഞാൻ വിൽക്കും. ഇതൊക്കെ എന്റെ മാത്രം സ്വത്താ. അതൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. നിനക്കതിന് കഴിയോടാ മോനെ? ഈ മെഡലുകളൊക്കെ വിൽക്കാൻ നിന്നെ കൊണ്ട് കഴിയോ? കഴിയോ മേ? എന്നെ കൊണ്ട് അതിന് കഴിയും. വിനയ, ഓരോ തവണയും നീ ജയിച്ച് മെഡലുമായി വരുമ്പോ എന്നോട് പറയുമായിരുന്നു, അമ്മയ്ക്ക് വേണ്ടിയാ ഞാനിത് വാങ്ങിയതെന്ന്. കഷ്ടപ്പാടുകൾ മാത്രം കൂട്ടിനുണ്ടായിരുന്ന സമയത്ത് ഞാൻ നിന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ മെഡലുകളൊക്കെ നമുക്ക് വിറ്റൂടെ മോനെ എന്ന്. പട്ടിണി കൊണ്ട് ഗതി കെട്ടപ്പോ പോലും എന്റെ മോനത് ചെയ്തില്ല. നീ അന്ന് പറഞ്ഞ മറുപടി എന്താണെന്ന് എനിക്കെപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അമ്മേ, ഇത് വെറും സ്വർണ്ണമല്ല, എന്റെ ജീവൻ തന്നെയാണെന്ന്. ആ നീയാണോ വിനയ ഇപ്പൊ ഇത് വിൽക്കാൻ തുടങ്ങുന്നത്? അമ്മേ, ഇതെന്റെ ജീവനാ. പക്ഷെ അതിനേക്കാളും വിലപിടിപ്പുള്ളതാ എനിക്ക് എന്റെ റണ്ണർ. അവളെക്കാളും വലുതായിട്ട് എനിക്ക് വേറൊന്നുമില്ല. അതൊക്കെ മനസ്സിലാവണമെങ്കിൽ മനസ്സിന് അത്രയ്ക്കും വലിപ്പം വേണം. നിങ്ങൾക്കാർക്കും അതില്ല. അമ്മേ, ഈ മെഡലുകൾക്കൊന്നും ഇപ്പൊ എന്റെ കണ്ണിൽ യാതൊരു വിലയുമില്ല. അമ്മ എന്നും അമ്മയുടെ സാരി കൊണ്ട് ഈ സ്വർണ്ണ മെഡലുകൾ തുടച്ചിരുന്നു. പക്ഷെ അത്രയും ഉത്തരവാദിത്വത്തോടെ അമ്മ എന്റെ കപ്പുകൾ തുടച്ചിരുന്നില്ല. എന്താ അമ്മ അങ്ങനെ ചെയ്യാതിരുന്നേ? ഈ മെഡലുകളുടെയും കപ്പുകളുടെയും യഥാർത്ഥ വില അറിയാമായിരുന്നെങ്കിൽ അമ്മ അങ്ങനെ ചെയ്യുമായിരുന്നു. എങ്കിൽ അമ്മയ്ക്ക് റണ്ണർ ആരാണെന്ന് മനസ്സിലായേനെ. റണ്ണർ തിരിച്ചു വന്നിരുന്നെങ്കിൽ അവൾ എന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ചേനെ. മെഡലുകൾ കൊണ്ട് ഈ വീട് അവൾ നിറച്ചേനെ. ഇന്ദു, നീ ഇതൊക്കെ വിറ്റ് ആ പണം എത്രയും വേഗം നിന്റെ വീട്ടിലെത്തിക്കണം. കുറച്ച് പണം കൂടി സംഘടിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ വീട്ടിൽ ചെല്ലുമ്പോ അവരോട് പറഞ്ഞേക്കണം, കിട്ടുന്നത്രയും പൈസയുമായിട്ട് 7 മണിക്ക് മുമ്പ് ഞാൻ അവിടെ വന്നേക്കാവെന്ന്. നീ അവിടേക്കൊന്ന് ഫോൺ ചെയ്ത് പറ. ദാ, ഞാനിപ്പോ വരാം. പിടിക്കേ, പിടിക്കേ. വിനയേട്ടാ, ഇത്ര രസകരമായി എന്റെ പ്രതികാരം തീർക്കാവുന്ന കാര്യം ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. എന്നോട് ചെയ്ത ദ്രോഹത്തിനെല്ലാം ചിന്നു എണ്ണി എണ്ണി കണക്ക് പറഞ്ഞോണ്ടിരിക്കല്ലേ. അവളെ രക്ഷിക്കാൻ വേണ്ടി പൂമംഗലത്തുള്ളവർ നെട്ടോട്ട് ഓടുകയാ. അത് ശരിയാ ഹീരാമേ. ആ ചിന്നു കാരണം 10-25 ലക്ഷം രൂപ ഒരു റിസ്കും ഇല്ലാതെ നമ്മുടെ കയ്യിലോട്ട് വരാൻ പോവാ. എടാ സ്വാമി, പണ്ടും അവൾ ഇതുപോലെ എനിക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതാ. അതുപോലെ ഇതിനെയും കണ്ടാ മതി. സത്യത്തിൽ ഈ ലോകത്ത് ചിന്നുവിനെ സ്നേഹിക്കുന്ന 2 പേരേ ഉള്ളൂ. ആ 2 പേരും എപ്പോഴും ചിന്നുവിനെ കുറിച്ച് മാത്രം ആലോചിക്കുന്നേ. അവരാരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാള് പൂമംഗലത്തെ ലക്ഷ്മിയാണ്. അപ്പൊ പിന്നെ മറ്റേയാൾ അനുവായിരിക്കും. അല്ല, അത് അനു അല്ല. പിന്നെ രണ്ടാമത്തെ ആൾ ഈ ഹീര തന്നെയാ. ഹീരാമയോ? അതേടാ. ലക്ഷ്മിയുടെ മനസ്സിൽ എപ്പോഴും ചിന്നു എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. ഈ ഹീരാമ്മയുടെ മനസ്സിലും അത് മാത്രമാ ഉള്ളത്. ചിന്നുവിനെ കുറിച്ചല്ലാതെ മറ്റെന്തിനെങ്കിലും കുറിച്ച് ഹീരാമ്മ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ലക്ഷ്മി ഒന്നും പ്രതീക്ഷിക്കാതെ ചിന്നുവിനെ സ്നേഹിക്കുന്നു. പക്ഷേ ഈ ഹീര ഒരുപാട് പ്രതീക്ഷിച്ചുകൊണ്ട് ചിന്നുവിനെ സ്നേഹിക്കുന്നു. ചിന്നു ലക്ഷ്മിയുടെ കൂടെ ഉള്ളപ്പോ ലക്ഷ്മിയിൽ നിന്നും ചിന്നുവിനെ തട്ടിപ്പറിക്കുകയാ എന്റെ ജോലി. തിരിച്ച് ചിന്നു എന്റെ ഒപ്പം ഉള്ളപ്പോ അവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി സ്വന്തമാക്കാനാ ലക്ഷ്മി ശ്രമിക്കുന്നത്. ചിന്നു എന്നും കൂടെ ഉണ്ടാവണമെന്ന് ഞാനും ലക്ഷ്മിയും ഒരുപോലെ ആഗ്രഹിക്കുന്നു. ഈ കളി അതിന്റെ അവസാനത്തിലെത്തുമ്പോ ജയിക്കുന്നത് ആരാണെന്ന് നോക്കാം. ജയിക്കുന്നവർക്ക് ചിന്നുവിനെ കിട്ടും. ആര് ജയിക്കും? ഞാനോ അതോ ലക്ഷ്മിയോ?
എന്താടാ നീയൊക്കെ മിണ്ടാതെ നിൽക്കുന്നേ? ജയിക്കുന്നത് ആരാണെന്ന് വാതുറന്ന് പറ. ഹീരാമേ, സത്യമായിട്ട് എനിക്ക് പേടിയുണ്ട്. പോലീസുകാര്, ആ വിനയൻ, പൂമംഗലത്തുള്ളവര്, അവരെല്ലാവരും അനുവിന്റെ ലക്ഷ്മിയുടെ ഒപ്പം ഉണ്ട്. ഉണ്ടായിക്കോട്ടെടാ ജോസേ, ലക്ഷ്മിയുടെ അനുവിന്റെ ഒപ്പം ആര് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ. പക്ഷേ ചിന്നു ഹീരാമ്മയുടെ കൂടെയല്ലേ? ചിന്നു കൂടെ ഉള്ളിടത്തോളം കാലം ഈ ഹീരാമ്മ ജയിച്ചുകൊണ്ടേയിരിക്കും. അവളെ മുന്നിൽ നിർത്തി ഈ ഹീരാമ്മ കളിച്ചുകൊണ്ടേയിരിക്കും. 1ഉം 2ഉമല്ല, 25 ലക്ഷം രൂപ തരാന്ന പൂമംഗലത്തുള്ളവർ സമ്മതിച്ചിരിക്കുന്നേ. ഹീരാമ്മ ചോദിക്കുന്ന പണം അവർ കൊണ്ടുവന്നിരിക്കും. ഹീരാമേ, ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മൾ ചോദിക്കുന്ന അത്രയും പണം അവർ കൊണ്ടുവന്നാൽ ചിന്നുവിനെ അവർക്കൊപ്പം വിടുവോ? അങ്ങനെ അവളെ പറഞ്ഞു വിട്ടാൽ അത് നമുക്ക് അപകടമല്ലേ? എന്താ ഹീരാമേ ചിരിക്കുന്നത്? ഞങ്ങൾ ചോദിച്ചത് ശരിയല്ലേ? എടാ, ഈ ഹീരാമ്മ എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെക്കുന്നത് അത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് കൂടി വ്യക്തമായിട്ട് ഉറപ്പിച്ചു തന്നെയാ. ഈ കളിയുടെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പൊ എല്ലാവരും ചിന്നുവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയല്ലേ? ഓടട്ടെ. ആ ഓട്ടം കാണുന്നതും ഒരു രസമല്ലേ? ജയിച്ചു എന്ന് പൂമംഗലത്തുള്ളവർക്ക് തോന്നുന്നിടത്ത് ഈ ഹീരാമ്മ പുതിയ കളി കളിക്കും. അങ്ങനെ ഓരോ പുതിയ പുതിയ ചീട്ടുകൾ ഇറക്കി ഈ ഹീര ലക്ഷ്മിയെ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കും. ചിന്നുവിനെ ഓർത്തുള്ള അവളുടെ നിലവിളി എനിക്ക് കേൾക്കണം, കേട്ടുകൊണ്ടേയിരിക്കണം. അപ്പോഴേ എന്റെ പ്രതികാരം അടങ്ങൂ.